ശബരിമല സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് എന്തോ ഒരു വിവാദമായിരുന്നു. 26ഓളം സംഘടനകൾ ചേർന്നിട്ട് പുതിയ രീതിയിലുള്ള സമരത്തിന് പ്ലാൻ ചെയ്യുന്നു, മറ്റു കാര്യങ്ങൾ കുഴപ്പങ്ങളുണ്ടാകും. ഇതൊന്നും ഉണ്ടായില്ലല്ലോ. ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഞങ്ങളൊരു 4 മാസം മുമ്പ് കാലകൂട്ടി പരിശ്രമങ്ങൾ നടത്തിയ മുഴുവൻ പരിശ്രമങ്ങളും ഫലം കണ്ടു. ഒരു 6ഓളം മീറ്റിംഗ് കൂടി, CM തന്നെ 2 മീറ്റിംഗ് ഓൺലൈനിൽ പങ്കെടുത്തിരുന്നു. പിന്നീട് മുഴുവൻ ഇടത്താവളങ്ങളിൽ ഞങ്ങൾ നേരിട്ട് പോയി കൂടി, സന്നിധാനത്തിൽ കൂടി, പമ്പയിൽ കൂടി. എന്തൊക്കെ ന്യൂനതകളുണ്ടോ അത് മുഴുവൻ പരിഹരിക്കാൻ ഓരോ ദിവസങ്ങളും വരുന്ന എത്ര നമ്പറുണ്ട്, രാവിലെയും വൈകിട്ടും ദേവസ്വം ബോർഡും ഞങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തി, ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഗവൺമെൻറ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും കോർഡിനേഷൻ ഒരുമിച്ചു. അങ്ങനെ സംസ്ഥാന ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും ഒക്കെ ചേർന്ന് ഞങ്ങൾ നടത്തിയൊരു ടീം വർക്കിൻ്റെ നെറ്റ് റിസൾട്ടാണ് പരാതിരഹിത സുഖകര ദർശനം ഉറപ്പാക്കാൻ കഴിഞ്ഞത്. ഇന്നലത്തെ അവസാനത്തെ ചടങ്ങോടെ കഴിഞ്ഞാണ് ഞാൻ സന്നിധാനത്തിൽ ഇറങ്ങിയത്. യഥാർത്ഥത്തിൽ 2 മണിക്കാണ് ഇവിടെ വന്നത് പോലീസ്. അപ്പോൾ വന്നപ്പോൾ ഉള്ള എല്ലാവരുടെയും അഭിപ്രായം അതാണ്. അതുകൊണ്ട് അവിടെ വന്ന തീർത്ഥാടകരുടെ എല്ലാം സംതൃപ്തി എൻ്റെ ഭക്തിയായി രൂപാന്തരപ്പെട്ടു. അതാണ് ഞാൻ ചോദിച്ചത്. അവിടെ നമുക്കുള്ളൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ശബരിമലയിലൊരു സന്ദേശമുണ്ട്, തത്വമസി. ആ തത്വമസി എന്ന സന്ദേശമാണ് ശബരിമലയ്ക്ക് ലോക പ്രശസ്തി ആർജിച്ച രൂപത്തിലേക്ക്. മതസൗഹാർദ്ദത്തിൻ്റെ മഹാമന്ത്രം ഉരുവിടുന്ന ഏറ്റവും വലിയൊരു വിശ്വമാനവിയുടെ സന്ദേശമാണ് അവിടുന്ന് വരുന്നത്. നാനാജാതി മതസ്ഥർ വരുന്നു, ഒരാൾക്കും വിലക്കില്ല. അവിടെ മറ്റു രൂപത്തിൽ ജാതിയോ മതമോ ഒന്നും തിരിക്കുന്നില്ല. മറ്റു രൂപത്തിലുള്ള ഒരു തരത്തിലുള്ള ഈ വ്യത്യസ്തകളും അവിടെ ഇല്ല. അപ്പോൾ ആ തത്വമസി, ആ സന്ദേശം അർത്ഥപൂർണ്ണമാകുന്ന രൂപത്തിലേക്ക് നടപ്പാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ ഭക്തരുടെ സംതൃപ്തി. എൻ്റെ ഭക്തിയായിരുന്നു അർത്ഥം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.